ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എൻട്രൻസ് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും, തിരുവനന്തപുരം മൃഗശാലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് കാട്ടുപോത്താണ്. ദക്ഷിണ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു ജീവിയാണ് കാട്ടുപോത്ത്. ഇവരുടെ ജീവിത കാലയളവ് 30 വർഷമാണ്. പൊതുവേ ഒരു കാട്ടുപോത്തിൻ്റെ ശരാശരി ആയുസ്സാണ് ഞാൻ പറഞ്ഞത്. കടുവയും പുലിയുമൊക്കെയുള്ള കാട്ടിലെ കാട്ടിക്ക് ആയുസ് വളരെ കുറവായിരിക്കും. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവിയാണ് കേട്ടോ അത്. സിംഹവാലൻ കുരങ്ങാണ്. നല്ല രീതിയിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഇവരുടെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് 20 മുതൽ 38 വയസ്സ് വരെയാണ്. പകൽ വിശ്രമിച്ച് രാത്രികാലങ്ങളിൽ ഇരപിടിക്കുന്ന ഒരു ജീവിയാണ് മൂങ്ങ അഥവാ കൂമൻ. ഏകാന്ത ജീവിതം നയിക്കുന്ന ഇവർ പ്രാണികളെയും പക്ഷികളെയൊക്കെ വേട്ടയാടാറുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ, ന്യൂഗിനിയ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് വെള്ളവയറൻ കടൽപ്പരുന്ത്. ഇവരുടെ ജീവിത കാലയളവ് 30 വർഷമാണ്. ഉരകവർഗത്തിൽപ്പെടുന്ന ശീതരക്തമുള്ള ഒരു ജീവിയാണ് ചീങ്കണ്ണി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മുതലവർഗത്തിൽപ്പെട്ടവരാണ് ഇവർ. വെള്ളത്തിലോ കരയിലോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത്. പലതരം കൊക്കുകളുടെയും അരയന്നങ്ങളുടെയും കൂടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് ദിവസത്തിന് ശേഷം പെയ്ത മഴയായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ചു. ഈ കൊക്ക് വർഗത്തിൽപ്പെട്ട ഒരുപാട് പക്ഷികൾ ഈ കൂടിനകത്തുണ്ട്. നാച്ചുറലായിട്ട് അതിന് പറന്നിടക്കാൻ പറ്റിയ ഒരു കൂടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് ലോങ് സൈറ്റാണ്. മഴയായതുകൊണ്ട് എല്ലാം ഒതുങ്ങി അവിടെ എവിടെയായിട്ടിരിക്കുകയാണ്. പിന്നെ ദേ കാണുന്നത് ഈ കൊക്കുകൾ മുട്ടയിട്ട് അടയിരിക്കുന്ന രംഗമാണ്. ഈ കാണുന്നത് നീർനായയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ജീവിയാണ് കേട്ടോ. അരുവിയും പുഴയും തടാകങ്ങളുമാണ് ഇവരുടെ മെയിനായിട്ടുള്ള വാസസ്ഥലങ്ങൾ. മീനാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം. ഒറ്റ നോട്ടത്തിൽ കീരിയെപ്പോലെയൊക്കെ ഇരിക്കുമെങ്കിലും കീരിയല്ല കേട്ടോ. ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ആസ്വദിച്ച് എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മരത്തടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. കരടിയുടെ രൂപമൊക്കെ ഇതിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കരടിക്കുട്ടന്മാരെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇതും ലോങ് സൈറ്റാണ്. നേരത്തെ മഴ നമ്മൾ ആസ്വദിച്ചെങ്കിലും നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ മിസ്സായിപ്പോയി. എല്ലാം കൂട്ടിനകത്താണ്. ഈ കാട്ടിനകത്തൂടെ നടക്കുമ്പോഴുള്ള അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇതുവഴി പോകുമ്പോഴും കിട്ടുന്നത്. അതുപോലെ മനോഹരമായ രീതിയിലാണ് അവർ ഈ സൂവിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടല്ല, ഇതിനകത്ത് കിടക്കുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ കാട് പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പൊളിയാണ്. നമ്മൾ ഈ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ലിയോ എന്ന് പറയുന്ന സിംഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂട്ടിലാണ്. അടുത്തതായി ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന മിശ്ര ബുക്കായിട്ടുള്ള ഒരു പക്ഷിയാണ് യമു. ഏകദേശം 30 മുതൽ 55 കിലോഗ്രാം ഭാരം വരെ ഇവയ്ക്കുണ്ട്. ഇവരുടെ ജീവിത കാലയളവ് 10 മുതൽ 20 വർഷം വരെയാണ്. ഒരുപാട് ബഗ്ഗി സർവീസൊക്കെ ഇവിടെ ഉണ്ട്. ലുലു ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ബഗ്ഗിയാണ് കേട്ടോ ഇത്. നേരത്തെയും ബഗ്ഗി സർവീസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നടക്കാൻ വയ്യാത്ത ആളുകളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സർവീസ് നടത്തുന്നത്. ബഗ്ഗി യാത്രയ്ക്ക് നല്ല എമൗണ്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇതിൽ കയറാനേ പറ്റില്ല. ഫ്രീ ആയി കിട്ടിയ ബഗ്ഗി കൊണ്ട് അവരിങ്ങനെ ഓടി സമ്പാദിക്കുകയാണ് ഗെയ്സ്. സ്വാഭാവികമായും വെള്ളത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഇവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തവിടും പുല്ലുമൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയൊരു അംഗം കൂടെയുണ്ട്. അഭിരാമി എന്നാണ് പേര്. അഭിരാമി ജനിച്ചിട്ട് ഏകദേശം 1.5 മാസമായി. തെക്ക് കിഴക്കൻ ഏഷ്യ, തെക്കൻ ചൈന എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് മ്ലാവ് അഥവാ കലമാൻ. ഏകദേശം 100 മുതൽ 350 കിലോഗ്രാം വരെ ഇവയ്ക്ക് ഭാരമുണ്ട്. ഇവരുടെ ജീവിത കാലയളവ് 20 മുതൽ 26 വർഷം വരെയാണ്. അടുത്തതായി കൃഷ്ണമൃഗമാണ്.
ഇന്ത്യ, നേപ്പാൾ എന്നിവിടങ്ങളിലാണ് കൃഷ്ണമൃഗത്തെ കാണപ്പെടുന്നത്. 10 മുതൽ 15 വർഷം വരെയാണ് ഇവരുടെ ജീവിത കാലയളവ്. മാൻ വർഗത്തിൽപ്പെടുന്ന സസ്യബുക്കുകളായ പുള്ളിമാനുകളാണ് ഈ കാണുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മരങ്ങൾ ധാരാളമുള്ള കാടുകളിൽ കാണപ്പെടുന്നു. ജീവിത കാലയളവ് 20 മുതൽ 30 വർഷം വരെയാണ്. വീണ്ടും കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെ കാണാൻ പറ്റി. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് സൈറ്റിംഗ് ചെയ്തത് കാട്ടുപോത്തായിരുന്നു. ഇതും ആ സെയിം കാട്ടുപോത്താണ്. മനു എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബംഗാൾ കടുവയാണ് ഈ കാണുന്നത്. 2007 ഇവൻ ജനിച്ചത്. ഏകദേശം 17 വയസ്സുണ്ട് ഈ ബംഗാൾ കടുവയ്ക്ക്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. 140 മുതൽ 300 കിലോഗ്രാം ഭാരം വരെ ഇവയ്ക്കുണ്ട്. ഇവർക്ക് ഭാരം ഇത്രയൊക്കെ ഉള്ളുവെങ്കിലും ഇവയേക്കാൾ 4 ഇരട്ടി വലുപ്പമുള്ള ഇരകളെ വേട്ടയാടാനാണ് കൂടുതലിഷ്ടം. ഈ കാണുന്നത് ഒരു പെൺസിംഹമാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള ടൈമൊന്നും അവൾക്കില്ല. പുള്ളിക്കാരി ഇറച്ചിയൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇത് കഴുതപ്പുലിയാണ്. ഹൈന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവർ ഭക്ഷണത്തിന് വേണ്ടി ഇരകളെ തിരഞ്ഞു പിടിച്ചും ഓടിപ്പിടിച്ചുമൊക്കെയാണ് ആക്രമിക്കുന്നത്. കൂട്ടത്തോടെയാണ് ഇവർ സഞ്ചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇരയെ ആക്രമിച്ച് ജീവൻ നഷ്ടപ്പെടുത്തും മുന്നേ തന്നെ ഭക്ഷിച്ചു തുടങ്ങും എന്നുള്ളതാണ്. 3 ഹൈനകളാണ് ഇപ്പോൾ ഈ സൂവിലുള്ളത്. ഇത് വെള്ളക്കടുവയാണ്. ആസാം, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിലെ വനത്തിലാണ് ഇവയെ കണ്ടു തുടങ്ങിയത്. ബംഗാൾ കടുവകൾ ഇണചേരുമ്പോൾ ഒരു വെള്ളക്കടുവ ഉണ്ടാകാൻ 15,000-ൽ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വടക്ക് കിഴക്കൻ തെക്കേ അമേരിക്കയിൽ കാണുന്ന ഇടത്തരം വലുപ്പമുള്ള ഒരു തത്തയാണ് സൺകൊനൂർ. 30 വർഷം വരെയൊക്കെ ജീവിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. വംശനാശം നേരിടുന്നവയുടെ പട്ടികയിൽ സൺകൊനൂറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അണ്ണാൻ ഉൾപ്പെടുന്ന കരണ്ടുതീനി നിരയിലെ ഒരു കുടുംബമാണ് മുള്ളൻ പന്നികൾ. ഈ നിരയിലെ ഏറ്റവും വലിപ്പമേറിയ ജീവിയാണ് മുള്ളൻ പന്നി. പേരു സൂചിപ്പിക്കുന്നത് പോലെ പന്നിവർഗത്തിൽപ്പെട്ടതല്ല ഈ ജീവികൾ. മുള്ളൻ പന്നിയുടെ മുള്ളുകൾ രോമങ്ങളുടെ രൂപാന്തരമാണ്. എല്ലുകൾ കരണ്ട് തിന്നുന്ന സ്വഭാവക്കാരാണ് ഇവർ. മുള്ളുകൾ വളരാൻ കാൽസ്യം അത്യാവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുള്ളുകൾ കൊണ്ടാണ് ശത്രുക്കളെ നേരിടുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ ഒട്ടകപ്പക്ഷിക്ക് കഴിയും. ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാനുള്ള കഴിവില്ല. ഇവരുടെ ജീവിത കാലയളവ് 75 വർഷമാണ്. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടകപ്പക്ഷിക്കാണ്. ഇവരുടെ ദൂരക്കാഴ്ച അപാരമാണ്. ഒറ്റ ചവിട്ടിന് സിംഹത്തിനെ വരെ കൊല്ലാനുള്ള കരുത്ത് ഇവരുടെ കാലുകൾക്കുണ്ട്.